നിങ്ങൾ മറ്റെന്തോ ഭയക്കുന്നു? അതായത് നിങ്ങൾ ഇതുവരെ പരമ്പരാഗതമായി പറഞ്ഞുകൊണ്ടിരുന്ന CPM-നെതിരെയും LDF സർക്കാരിനെതിരെയുമുള്ള വിഷയങ്ങൾ ജനങ്ങളിൽ പ്രതിഫലിക്കുന്നില്ല, അവരെ സ്വാധീനിക്കുന്നില്ല എന്ന തീരുമാനത്തിലാണോ ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല ജിംസെ, അതിൽ നമ്മളുടെ ഒരു ശ്രദ്ധ പതിയാത്തത് കൊണ്ടാണ്. കോൺഗ്രസ് നേതാക്കന്മാർ ഈ പറഞ്ഞ എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളും സംസാരിക്കുന്നുണ്ട്, പൊതുജനങ്ങളുമായിട്ട് സംവദിക്കുന്നുണ്ട്. പൊതുവെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത മാധ്യമങ്ങൾ കൂടുതൽ താല്പര്യത്തോടെ കൊടുക്കുന്നത് BJP CPM ഡീൽ എന്നുള്ള ഞങ്ങളുടെ ആക്ഷേപമാണ്. അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ തെളിവുകളും ഞങ്ങളുടേതായ കാരണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ പോലും ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം തന്നെയാണ്. ശബരിമല ഒരു രാഷ്ട്രീയ വിഷയമാണല്ലോ. അവിടുത്തെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട 2600ഓളം കേസിൽ പ്രതിയായിട്ടുള്ള 25,000ഓളം മനുഷ്യർ ഇന്നും കോടതി കയറി ഇറക്കുന്നുണ്ട്. യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട നയപരിപാടിയിൽ നിന്ന് CPM പിന്നോട്ട് പോയ സാഹചര്യമുണ്ട്. ശബരിമല കൊള്ളയ്ക്കുള്ള ഇടത്താവളമാക്കി CPM മാറ്റിയതുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ കോടിക്കണക്കിന് ഇവിടെ കൊള്ളയടിച്ചു, കിടന്ന കിടക്ക വരെ അടിച്ചുകൊണ്ടുപോയി. ഇതെല്ലാം ഞങ്ങളുടെ രാഷ്ട്രീയ വിഷയമാണ്. നിങ്ങൾ ഞങ്ങളുടെ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തനത്തെ, ഞങ്ങളുടെ ജനസമ്പർക്ക പരിപാടിയെ ഒന്നും കാര്യമായി ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഞങ്ങൾ കൃത്യമായി പറയുന്നു, ജീവൻ രക്ഷാ മരുന്നിനടക്കം നിത്യോപയോഗ സാധനത്തിനടക്കം വില വർദ്ധിക്കുന്ന ഒരു കാലത്ത് മനുഷ്യരെ തിരിഞ്ഞു നോക്കാത്ത ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ, പാവപ്പെട്ടവരെ കൊള്ളയടിച്ച് മടുത്ത ഒരു സർക്കാർ, പാവപ്പെട്ടവന്റെ സങ്കടം ഇറക്കി വെക്കാൻ പോകുന്ന അമ്പലങ്ങളും പള്ളികളും വരെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് അധപതിച്ച രാഷ്ട്രീയം ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ ആ കൊള്ളയടിക്കുന്ന സർക്കാരിന് പിന്തുണ കൊടുക്കുന്ന രീതിയിൽ വോട്ട് മറിച്ചുകൊണ്ട് ഈ സർക്കാരിന് തുടർഭരണം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന BJPയുടെ ഡീലിനെ ഞങ്ങൾ തുറന്നു കാണിക്കുന്നു. കാരണം ഈ രാജ്യത്തെമ്പാടും കോൺഗ്രസ് വിമുക്ത ഭാരതം സൃഷ്ടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന BJP കേരളത്തിൽ കോൺഗ്രസ് വിമുക്ത ഭാരതം കേരളം സൃഷ്ടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന CPM-നോടൊപ്പമാണ്. കാരണം ഒരിക്കൽ ഞാൻ പങ്കെടുത്ത ചർച്ചയിൽ വലത് നിരീക്ഷകനായിട്ടുള്ള RSS സൈദ്ധാന്തികനായിട്ടുള്ള വലത് നിരീക്ഷകൻ ഷാബു പ്രസാദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ BJPയുടെ സംസ്ഥാന സെക്രട്ടറി സുരേഷ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ പങ്കെടുക്കുന്ന ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. മറ്റ് ചാനലുകളിലാണെങ്കിലും അവർ പറഞ്ഞിട്ടുള്ളത് എന്താ? കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മാസപ്പടി കേസായിക്കോട്ടെ, ലാവ്ലിൻ കേസിൽ CBIയുടെ വക്കീൽ ഹാജരാകാത്തായിക്കോട്ടെ, സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ, മുഖ്യമന്ത്രിയുടെ മകന് വന്നിട്ടുള്ള ED നോട്ടീസ് അടക്കമുള്ള വിഷയങ്ങളിൽ ഞങ്ങൾ അന്വേഷിക്കില്ല. കാരണം ഞങ്ങൾ നടപടിയെടുത്ത്, കേന്ദ്ര ഏജൻസികൾ നടപടിയെടുത്ത് കോൺഗ്രസിന് ജയിക്കാനുള്ള സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കില്ല എന്ന് വിളിച്ചു പറഞ്ഞ BJP നേതാവ്, അവരുടെ സംസ്ഥാന സെക്രട്ടറി സുരേഷ്, അതുപോലെ തന്നെ ഷാബു പ്രസാദിനെ പോലുള്ള ആളുകൾ. അപ്പോൾ അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ അതും ചൂണ്ടിക്കാണിക്കും. ഈ BJPയും CPM തമ്മിൽ വലിയൊരു നെക്സസ് ഉണ്ടെന്നും CJP ആണ് മത്സരിക്കുന്നതെന്നും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലം തൊട്ട് ഞങ്ങൾ കൃത്യമായി പറയുന്നതാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ നിരവധി ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ വോട്ട് വിഹിതം കുറയുകയല്ല, അവർ വോട്ട് മറിച്ചു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്.